നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ ജനങ്ങൾക്കും കുടിവെള്ളം ഉറപ്പാക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാർക്ക് കളക്ടർ കെ ഇമ്പശേഖർ നിർദ്ദേശം നൽകി. ആശങ്കാജനകമായ സാഹചര്യമില്ലെന്ന് കളക്ടർ. പോലീസ് സ്ഥാപിച്ച ANPR ക്യാമറകളിൽ നിന്നുള്ള വിവരങ്ങൾ ഇനി മുതൽ SHOമാർക്ക് നേരിട്ട് ലഭിക്കും. മോഷ്ടിച്ച വാഹനങ്ങളും നിയമലംഘനങ്ങളുമെല്ലാം ഇതോടെ എളുപ്പം കുടുങ്ങും. ലഹരി വിമുക്ത കേരളത്തിനായി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സൈക്കിൾ യാത്രയുമായി ഇരുവർ സംഘം. കാസർഗോഡ് ആവേശകരമായ സ്വീകരണം. തൃക്കരിപ്പൂർ മെനോക്കിൽ യുവാവ് ട്രെയിൻ തട്ടി മരിച്ച സംഭവം. കുടുംബാംഗങ്ങൾ മുഖ്യമന്ത്രിക്കും കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകി. ചെർക്കളയിലെ പ്രശസ്തമായ കുഞ്ഞുട്ടിക്ക മൊയ്ച്ച കുടുംബ സംഗമം മെയ് 7-ന് 2500 പേർ സംഗമത്തിൽ പങ്കെടുക്കും. ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ കളിയാട്ട മഹോത്സവം മെയ് 4 മുതൽ 15 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ ജനങ്ങൾക്കും കുടിവെള്ളം ഉറപ്പാക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാർക്ക് കളക്ടർ കെ ഇമ്പശേഖർ നിർദ്ദേശം നൽകി. നിലവിൽ ജില്ലയിൽ ആശങ്കാജനകമായ സാഹചര്യമില്ലെന്ന് കളക്ടർ അറിയിച്ചു. ഭാവിക്കര കുടിവെള്ള പദ്ധതിയിൽ മെയ് 31 വരെ വിതരണത്തിന് കുടിവെള്ളം ലഭ്യമാണെന്ന് പറഞ്ഞ കളക്ടർ തദ്ദേശ സ്ഥാപനങ്ങൾ പ്രാദേശിക സ്രോതസ്സുകൾ ഉപയോഗിച്ച് വെള്ളം എത്തിക്കണമെന്നും പറഞ്ഞു. കുടിവെള്ള പദ്ധതികൾ ജലനിധി പദ്ധതി, കുഴൽക്കിണർ, പൊതുകിണർ എന്നിവയും പരമാവധി ഉപയോഗിക്കണം. ഏതെങ്കിലും പഞ്ചായത്തിൽ ആവശ്യമായ കുടിവെള്ളം ലഭ്യമല്ലെങ്കിൽ ഭാവിക്കര പദ്ധതിയിൽ നിന്നും ഉപയോഗിക്കാം. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്നവർ കളക്ട്രേറ്റിലെ കൺട്രോൾ റൂമിൽ അറിയിക്കണമെന്നും കളക്ടർ അറിയിച്ചു. ജില്ലാ ദുരന്ത നിവാരണ വിഭാഗം ഹസാഡ് അനലിസ്റ്റ് അശ്വതി കൃഷ്ണയെ കോർഡിനേറ്ററായി നിയമിച്ചിട്ടുണ്ട്. കോളനികളും എത്തിപ്പെടുവാൻ ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങളിലുമെല്ലാം കുടിവെള്ളം ലഭ്യമാക്കണം. മുഴുവൻ പ്രദേശങ്ങളിലും കുടിവെള്ളം ലഭ്യമാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാൻ പട്ടികവർഗ കോളനികളും മറ്റും സന്ദർശനം നടത്തും. മെയ് 6-നകം ഫയർ ഓഡിറ്റ് പൂർത്തിയാക്കി 7-ന് റിപ്പോർട്ട് സമർപ്പിക്കുവാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കളക്ടർ നിർദ്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പോലീസ് സ്ഥാപിച്ച ANPR ക്യാമറകളിൽ നിന്നുള്ള വിവരങ്ങൾ ഇനി മുതൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർക്ക് നേരിട്ട് ലഭിക്കും. മോഷ്ടിച്ച വാഹനങ്ങളുമായി നിരത്തിലിറങ്ങുന്നവരും കുറ്റകൃത്യം നടത്തി വാഹനങ്ങളിൽ മുങ്ങുന്നവരും ഇതോടെ എളുപ്പം കുടുങ്ങും. കാസർഗോഡ് ഉൾപ്പെടെ 103 കേന്ദ്രങ്ങളിലായി 243 ക്യാമറകളാണ് കേരള പോലീസ് സ്ഥാപിച്ചിട്ടുള്ളത്. 3 വർഷം മുൻപാണ് കേരളത്തിലെ എല്ലാ ജില്ലാ അതിർത്തികളിലും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും പോലീസ് ANPR ക്യാമറകൾ അഥവാ ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് ഡിറ്റക്ഷൻ ക്യാമറകൾ സ്ഥാപിച്ചു തുടങ്ങിയത്. ജില്ലയിൽ കാസർഗോഡ് നഗരത്തിലെ ചന്ദ്രഗിരി ജംഗ്ഷൻ, തൃക്കരിപ്പൂർ, അതിർത്തി പ്രദേശങ്ങളായ തലപ്പാടി, പാണത്തൂർ, മാണിമൂല, കൊട്ടോടി, പെർള ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലുള്ള ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ക്യാമറകളിൽ നിന്നുള്ള വിവരങ്ങൾ ജില്ലാ കേന്ദ്രങ്ങളിലെ കൺട്രോൾ റൂമുകളിലാണ് ലഭിക്കുന്നത്. എല്ലാ ജില്ലകളിൽ നിന്നുള്ള വിവരങ്ങളും ദൃശ്യങ്ങളും സംയോജിപ്പിക്കുന്നത് പോലീസ് ആസ്ഥാനത്തെ കേന്ദ്രത്തിലാണ്. നിലവിലെ സംവിധാനത്തിൽ വാഹനങ്ങളുടെ നമ്പർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ആവശ്യമായി വന്നാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ജില്ലാ പോലീസ് വഴി കേന്ദ്രീകൃത നിരീക്ഷണ സംവിധാനവുമായി ബന്ധപ്പെടണം. ഇത് മോഷ്ടിക്കപ്പെടുന്ന വാഹനങ്ങളുടെ വിവരം പെട്ടെന്ന് ലഭിക്കുവാൻ തടസ്സമായിരുന്നു. കേന്ദ്രീകൃത നിരീക്ഷണ സംവിധാനം നവീകരിക്കുകയും പോലീസ് വകുപ്പിൻ്റെ വിവിധ ആപ്ലിക്കേഷനുകളായ CCTNS, ICOPS, GIS, ക്രൈം മാപ്പിംഗ് എന്നിവയുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്നതോടെയാണ് SHOമാർക്ക് തന്നെ സംസ്ഥാനത്തെ ഏത് ക്യാമറയിൽ നിന്നും വാഹനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നേരിട്ട് ലഭിക്കുക. ANPR ക്യാമറകളെ പോലീസിൻ്റെ ക്രൈം ആൻഡ് ക്രിമിനൽ നെറ്റ്വർക്കിംഗ് സംവിധാനവുമായി ബന്ധപ്പെടുത്തുന്നതോടെയാകും ഇത് സാധ്യമാകുക. SHOമാർക്ക് വാഹന നമ്പർ പ്ലേറ്റ് വിവരങ്ങൾ ഉൾപ്പെടെയുള്ളവ നേരിട്ട് ലഭിക്കുന്നതോടെ കുറ്റാന്വേഷണം വേഗത്തിലാക്കുവാനും വാഹനമോഷണം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ തടയുന്നത് വേഗത്തിലാക്കുവാനും സാധിക്കും. കൂടാതെ വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഫോണിലേക്ക് വാട്സാപ്പ്, SMS സന്ദേശങ്ങളായി ലഭ്യമാക്കുന്നതും പരിശോധിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് കാസർഗോഡ് ഉൾപ്പെടെ 103 കേന്ദ്രങ്ങളിലായി 243 ക്യാമറകളാണ് കേരള പോലീസ് സ്ഥാപിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
ലഹരി വിമുക്ത കേരളത്തിനായി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സൈക്കിൾ യാത്ര നടത്തി ഇരുവർ സംഘം. ഇടുക്കി ജില്ലയിലെ പീരുമേട് സർക്കിളിലെ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ സതീഷ് കുമാർ, തിരുവനന്തപുരം സ്വദേശിയും കുമളിയിലെ സ്കൂൾ അധ്യാപകനുമായ രാജേഷ് എസ് ചൊവ്വര എന്നിവരാണ് സൈക്കിൾ യാത്ര നടത്തിയത്. കാസർഗോട്ടെത്തിയ യാത്രയ്ക്ക് ആവേശകരമായ സ്വീകരണം നൽകി. തേക്കടി സൈക്ലിംഗ് ക്ലബിനെ പ്രതിനിധീകരിച്ച് എക്സൈസ് വകുപ്പിന്റെ ബോധവൽക്കരണ ക്യാമ്പയിനായ വിമുക്തിയുടെ ഭാഗമായാണ് ഇടുക്കി ജില്ലയിലെ പീരുമേട് സർക്കിളിലെ എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ സതീഷ് കുമാർ, തിരുവനന്തപുരം സ്വദേശിയും കുമളിയിലെ ട്രൈബൽ സ്കൂൾ അധ്യാപകനുമായ രാജേഷ് എസ് ചൊവ്വര എന്നിവർ കേരളത്തിൽ സൈക്കിൾ യാത്ര നടത്തിയത്. ആസക്തി ലഹരിയോടല്ല ജീവിതത്തോടാകട്ടെ എന്ന മുദ്രാവാക്യമുയർത്തിയായിരുന്നു ലഹരി വിമുക്ത കേരളത്തിനായി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സൈക്കിൾ യാത്ര നടത്തിയത്. നേരത്തെ ദീർഘദൂര സൈക്കിൾ യാത്ര നടത്തിയിരുന്നതായും ആ ആത്മവിശ്വാസത്തിലാണ് വിമുക്തിയുടെ സന്ദേശവുമായി സൈക്കിൾ യാത്രയ്ക്കായി പുറപ്പെട്ടതെന്നും എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ സതീഷ് കുമാർ പറഞ്ഞു. യുവാക്കൾ, കുട്ടികൾ എന്നിവർക്ക് ലഘുലേഖകൾ വിതരണം ചെയ്തും ലഹരിക്കെതിരെ ബോധവൽക്കരണം നൽകിയുമായിരുന്നു യാത്രയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ കായികത്തിൻ്റെ വാല്യൂം നമ്മൾ ഒരു ജീവിതമുള്ള നമുക്ക് റീടേക്ക് ലൈഫിലില്ല എന്നൊരു ബോധ്യം വരുത്തിക്കൊണ്ട് ഒറ്റ ലൈഫേ ഉള്ളൂ, അത് നമുക്ക് ജീവിതം ആസ്വദിക്കേണ്ടതാണ്. അതിന് ഒത്തിരി കാര്യങ്ങളുണ്ട്. നമുക്ക് ലഹരിയല്ല, ലഹരി ആർട്ടിഫിഷ്യലാണ്, നമ്മുടെ ശരീരത്തെയും മനസ്സിനൊക്കെ നശിപ്പിക്കും. അതല്ലാതെ നമുക്ക് ജീവിതത്തിൽ ആസ്വദിക്കാൻ ഒത്തിരി ഉണ്ട് എന്ന മെസ്സേജ് ഞങ്ങൾ കഴിയുന്ന രീതിയിൽ എല്ലായിടത്തും പാസ് ചെയ്തിട്ടുണ്ട്. ഇത് പോസ്റ്റർ പോലെ എല്ലായിടത്തും ഒട്ടിച്ചും ചെറുപ്പക്കാരെ കൺവിൻസ് ചെയ്തും അങ്ങനെ പോരുന്നു. 7 വർഷക്കാലം പോലീസിലും ഇൻ്റലിജൻസ് ബ്യൂറോയിലും സേവനമനുഷ്ഠിച്ചയാളാണ് രാജേഷ് എസ് ചൊവ്വര. സമൂഹത്തിൽ നല്ലതും ചീത്തയുമായ കാര്യങ്ങളുണ്ടെന്നും കുട്ടികൾ നല്ലത് തിരഞ്ഞെടുക്കുവാൻ ബോധവൽക്കരണം ആവശ്യമാണെന്നും അതായിരുന്നു യാത്രയുടെ ലക്ഷ്യമെന്നും മോട്ടിവേഷൻ സ്പീക്കർ കൂടിയായ രാജേഷ് എസ് ചൊവ്വര പറഞ്ഞു. കുട്ടികളോട് എല്ലാവരോടും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൽ നിന്നും ആവശ്യമുള്ളത് എന്താണെന്ന് മനസ്സിലാക്കി ആവശ്യമുള്ളത് മാത്രം തിരഞ്ഞെടുക്കുക. ഈ ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മുടെ മാതാപിതാക്കളോടും നമ്മുടെ പ്രിയപ്പെട്ടവരോടും ഷെയർ ചെയ്യാൻ കഴിയുന്നത് മാത്രമായിരിക്കണം എന്നുള്ള സന്ദേശം സമൂഹത്തിലും കുട്ടികളിലും എത്തിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ യാത്ര ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് പ്ലേസായ തേക്കടിയിൽ നിന്നും ആരംഭിച്ച് തിരുവനന്തപുരം വഴി ഇപ്പോൾ 6ാമത്തെ ദിവസം ഇന്ന് കാസർഗോഡ് സമാപിച്ചിരിക്കുന്നത്. കാസർഗോഡ് എത്തിയ യാത്രയ്ക്ക് ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചത്. നുള്ളിപ്പാടിയിലെ നാലപ്പാട് ഫർണിച്ചറിലായിരുന്നു സമാപന സ്വീകരണം. ലഹരി ബോധവൽക്കരണത്തിനായി ഇറങ്ങിയ 2 പേർക്കും നാലപ്പാട് ഫർണിച്ചർ MD ഷാഫി നാലപ്പാട് നന്ദി അറിയിച്ചു. 2 പേരും അവരുടെ ഈ യാത്ര വളരെ വിജയകരമായി പൂർത്തീകരിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് സൈക്കിൾ വഴി കാസർഗോഡ് എത്തി ഈ യാത്ര ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഒരു യജ്ഞം നടത്തി ലഹരി വിമുക്ത ബോധവൽക്കരണം നടത്തിയതിന് പ്രിയപ്പെട്ട 2 വ്യക്തിത്വങ്ങളോടും വളരെ സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. നാലപ്പാട് ഫർണിച്ചറിലെ സ്റ്റാഫ് അംഗങ്ങൾ, മറ്റു പ്രമുഖർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ ചന്തേര സ്വദേശിയായ വെൽഡിംഗ് തൊഴിലാളി തൃക്കരിപ്പൂരിനടുത്ത് മെനോക്കിൽ ട്രെയിൻ തട്ടി മരിച്ച സംഭവത്തിൽ കുടുംബാംഗങ്ങൾ മുഖ്യമന്ത്രിക്കും കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകി. പിതാവ് സി കൃഷ്ണൻ വെളിച്ചപ്പാടാണ് ഇളയ മകൻ വൈശാഖിന്റെ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ച് അധികൃതർക്ക് പരാതി നൽകുകയും വാർത്താ സമ്മേളനത്തിൽ മകന്റെ സുഹൃത്തിന്റെ പ്രേരണ കാരണം ആത്മഹത്യ ചെയ്തതാണെന്ന് പറയുകയും ചെയ്തത്. ഏപ്രിൽ 14 വിഷുദിനത്തിൽ രാവിലെ 8:45 തൃക്കരിപ്പൂർ മെനോക്കിൽ വൈശാഖ് ട്രെയിൻ തട്ടി മരിച്ചത്. ഇതിന് തൊട്ടുമുൻപ് പിതാവ് കൃഷ്ണനെ ഫോണിൽ വിളിച്ച വൈശാഖ് സുഹൃത്ത് ചതിച്ചുവെന്ന് പറഞ്ഞുവെന്ന് കൃഷ്ണൻ വെളിച്ചപ്പാടും മൂത്തമകൻ ധനേഷും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ചന്തേര ചെമ്പിലോട്ടെ ക്ഷേത്ര സ്ഥാനികനാണ് കൃഷ്ണൻ വെളിച്ചപ്പാട്. 28-കാരനായ മകൻ വൈശാഖുമായി വിഷുവിൻ്റെ തലേന്ന് വീട്ടിൽ സുഹൃത്തുമായി വാക്തർക്കമുണ്ടായതായും ഭാര്യയുടെ മൊബൈൽ ഫോണിലേക്ക് രഹസ്യ സന്ദേശങ്ങൾ അയച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് തർക്കത്തിനിടയാക്കിയതെന്നും കൃഷ്ണൻ പറഞ്ഞു. വൈശാഖിൻ്റെയും ഭാര്യയുടെയും സുഹൃത്തിൻ്റെയും ഫോണുകൾ ചന്തേര പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്നും ഫോൺ പരിശോധനയ്ക്ക് സൈബർ സെല്ലിന് കൈമാറുമെന്നുമാണ് ചന്തേര പോലീസ് അറിയിച്ചതെന്നും ഇരുവരും പറഞ്ഞു. ഇതിനകം വീട്ടുകാരിൽ നിന്നും പോലീസ് മൊഴിയെടുക്കുകയും ചെയ്തു. സംഭവം നടന്ന് 18 ദിവസമായിട്ടും അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടായതായി അറിയില്ലെന്നും മരണത്തിലെ ദുരൂഹത വേഗത്തിൽ പുറത്തു കൊണ്ടുവരണമെന്നുമാണ് മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും നൽകിയ പരാതിയിൽ കുടുംബം പറയുന്നത്. 3 ഫോണും സ്റ്റേഷനിലേക്ക് അതിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്.
അത് പല പ്രാവശ്യവും ഇവിടെ ശൈലപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ കാലിക്കടവ് രാവിലെ പോയി ഇപ്പോൾ 3 മാസം പോകുന്നു. ആ 3 മാസത്തിൻ്റെ അടുത്ത് ഇതിൻ്റെ കടയുടെ അടുത്താണ് മനസ്സാറിൻ്റെ കടയിൽ നിന്നാണ് എൻ്റെ പട്ടക്കാണ്. രാവിലെ പോകും മനസ്സാറിൻ്റെ കടയിലെടുത്താണ്. അങ്ങനെ ഇവിടെ ശല്യപ്പെടുത്തൽ കൊടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ചെർക്കളയിലെ പ്രശസ്തമായ കുഞ്ഞുട്ടിക്ക മൊയ്ച്ച കുടുംബ സംഗമം മെയ് 7-ന് ചെങ്കള ഐമാക്സ് ഓഡിറ്റോറിയത്തിൽ നടക്കും. 2500 പേർ സംഗമത്തിൽ പങ്കെടുക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മെയ് 7-ന് രാവിലെ 9 മണിക്കാണ് സംഗമം തുടങ്ങുക. പരിപാടിയിൽ സംബന്ധിക്കുവാനെത്തുന്ന കുടുംബാംഗങ്ങളെ മുതിർന്ന പൗരന്മാർ കുടുംബ ലോഗോ ആലേഖനം ചെയ്ത പതാക വീശി സ്വീകരിക്കും. 2500 പേർ സംഗമത്തിൽ പങ്കെടുക്കും. സംഗമത്തിൽ മുതിർന്നവരെ ആദരിക്കും. വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്ന പ്രൊഫഷണലുകളെ അനുമോദിക്കും. വിദ്യാർത്ഥികൾക്കായി ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിക്കും. വ്യത്യസ്ത വിദ്യാഭ്യാസ കലാകായിക മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അഭിനന്ദിച്ച് പ്രശംസാപത്രവും പുരസ്കാരവും നൽകും. വ്യത്യസ്ത കലാകായിക ആസ്വാദന പരിപാടികൾ സംഘടിപ്പിക്കും. കുടുംബാംഗങ്ങൾ പരസ്പരം കടന്നുപോയ വഴികളും ബിസിനസ് മേഖലകളും പരിചയപ്പെടുത്തുന്ന സെഷനും ഉണ്ടാകും. കുടുംബ ബന്ധങ്ങളുടെ മഹാത്മ്യവും പ്രാധാന്യവും ഉത്തരവാദിത്വവും വിശദീകരിച്ചുള്ള ഉദ്ബോധന ക്ലാസും ഉണ്ടായിരിക്കും. കുടുംബ ചരിത്രവും പാരമ്പര്യവും വിശേഷവും രേഖപ്പെടുത്തുന്ന മാഗസിൻ സംഗമത്തിൽ പ്രസിദ്ധീകരിക്കും. കുടുംബാംഗങ്ങളിൽ നിന്നുള്ള ഡാറ്റകൾ സ്വീകരിച്ച് കുടുംബ ഡയറി തയ്യാറാക്കുവാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതായും സംഘാടകർ അറിയിച്ചു. ഏകദേശം 2000-ഓളം ആളുകളുടെ ഒരു സംഗമം ഈ വരുന്ന മെയ് 24, 2024 മെയ് 7 ചൊവ്വാഴ്ച ചെർക്കള ഐമാക്സ് ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ്. കുടുംബത്തിലെ ആളുകളെ പരസ്പരം പരിചയപ്പെടുവാനും അവരെ സൗഹൃദം നിലനിർത്തുവാനും അതിലൂടെ സാംസ്കാരിക, സാഹിത്യ, കായിക മേഖലയിൽ അവരിൽ ഉണ്ടായിരിക്കുന്ന അറിവുകളെയും അതുപോലെ തന്നെ കഴിവുകളെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പുതിയ ഒരു യുവ വിഭാഗത്തെ വാർത്തെടുത്തുകൊണ്ട് സമൂഹത്തിന് ഗുണകരമായ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഈ കുടുംബസംഘം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സ്വാഗത സംഘം ചെയർമാൻ മൂസ ബി ചെർക്കള, ജനറൽ കൺവീനർ ഹാരിസ് തായൽ, ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ സുഹൈൽ ചെർക്കള, ഓർഗനൈസിംഗ് കമ്മിറ്റി അംഗങ്ങളായ ജുനൈദ് ചെർക്കള, ഇക്ബാൽ ചെറിയവീട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉത്തര മലബാറിലെ പ്രമുഖമായ ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ കളിയാട്ട മഹോത്സവം മെയ് 4 മുതൽ 15 വരെ നടക്കും. വടക്കേ മലബാറിൽ നിന്നും കർണാടകയിൽ നിന്നുമായി 5 ലക്ഷത്തിൽ പരം പേർ ദർശനത്തിനെത്തുമെന്ന് ക്ഷേത്രം ഭാരവാഹികളും സംഘാടക സമിതി ഭാരവാഹികളും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മെയ് 4-ന് രാത്രി 8 മണിക്ക് വിഷ്ണുമൂർത്തിയുടെയും 10 മണിക്ക് രക്തചാമുണ്ടിയുടെയും തോറ്റങ്ങൾ അരങ്ങിലെത്തും. മെയ് 5-ന് രാവിലെ 9 മണിക്ക് രക്തചാമുണ്ടി, 11 മണിക്ക് വിഷ്ണുമൂർത്തി തെയ്യങ്ങൾ ദർശനം നൽകും. മെയ് 6 മുതൽ എല്ലാ ദിവസവും രാത്രി 7:30-ന് വിഷ്ണുമൂർത്തിയുടെ തോറ്റവും 10-ന് രക്തചാമുണ്ടി തോറ്റവും തുടർന്ന് തെയ്യക്കോലങ്ങൾ തിരുസന്നിധിയിലുമെത്തും. കളിയാട്ട ദിനങ്ങളിൽ ക്ഷേത്രത്തിലെത്തുന്നവർക്ക് 2 നേരം അന്നദാനം പ്രധാനമാണ്. ഉച്ചയ്ക്ക് 12 മണി മുതൽ 2:30 വരെയും രാത്രി 8:30 മുതൽ രാത്രി 10:30 വരെയുമാണ് അന്നദാനം. ഉത്സവത്തിന് മുന്നോടിയായി 15 ലക്ഷത്തോളം രൂപ ചെലവിട്ട് ക്ഷേത്ര ശ്രീകോവിൽ പൂർണ്ണമായും പിത്തള പൊതിഞ്ഞ് അലങ്കരിച്ചിട്ടുണ്ട്. ആരോഗ്യ പരിപാലനം ലക്ഷ്യമിട്ട് 24 മണിക്കൂറും സേവനം ലഭിക്കുന്ന ഹെൽത്ത് എയ്ഡ് പോസ്റ്റും ക്ഷേത്ര പരിസരത്ത് ഒരുക്കിയിട്ടുണ്ട്. ഡോക്ടറുടെ സേവനമുണ്ടാകും. കുടിവെള്ള വിതരണത്തിനായി പ്രത്യേകമൊരുക്കിയ കൗണ്ടറുകളും പ്രവർത്തിക്കും. പയ്യന്നൂർ, കാഞ്ഞങ്ങാട് KSRTC ഡിപ്പോകളിൽ നിന്നും അധിക ബസ് സർവീസുകൾ ചീമേനിയിലേക്കുണ്ടാകും. വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന വാഹനങ്ങൾക്ക് പാർക്കിങ്ങിന് അനുവദിച്ച സ്ഥലങ്ങളിൽ വാഹനങ്ങൾ നിർത്തിയിട്ട് ക്ഷേത്ര കമ്മിറ്റിയുമായി സഹകരിക്കണമെന്നും ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. 8:30 മുതൽ 10:30 വരെയുമാണ് അന്നദാനം ഏർപ്പാടാക്കിയിട്ടുള്ളത്. ഇതിന് ഭക്തജനങ്ങൾ ക്യൂ നിൽക്കുന്നതിന് വേണ്ടി പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് പ്രത്യേകം ക്യൂ കോംപ്ലക്സ് തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെ ആരോഗ്യ കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആരോഗ്യ വിഭാഗത്തിൻ്റെ പവലിയനുമുണ്ട്. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.
ചട്ടഞ്ചാൽ MIC കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം മെയ് 4-ന് നടക്കും. 4000-ഓളം വരുന്ന പൂർവ്വ വിദ്യാർത്ഥികളാണ് ഒത്തുകൂടുന്നത്. കോളേജ് ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന പരിപാടിയുടെ വിജയത്തിനായി വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നുവരുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2002 മുതൽ 2023 വരെ വിവിധ ബാച്ചുകളിലായി പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന സംഗമം MIC കോളേജ് ജനറൽ സെക്രട്ടറി UM അബ്ദുറഹ്മാൻ മൗലവി ഉദ്ഘാടനം ചെയ്യും. കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന്, ഉദുമ MLA CH കുഞ്ഞമ്പു, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ, കോളേജ് മാനേജ്മെന്റ് പ്രതിനിധികൾ, പൂർവ്വ വിദ്യാർത്ഥി ഭാരവാഹികൾ എന്നിവർ സംബന്ധിക്കും. പൂർവ്വ വിദ്യാർത്ഥികൾക്കായി നടത്തപ്പെടുന്ന കൾച്ചറൽ പരിപാടി പ്രശസ്ത RJയും സിനിമാ താരവുമായ RJ തൻവീർ ഉദ്ഘാടനം ചെയ്യും. അവതാരികയായി എത്തുന്നത് സിനിമാ താരം ബബിത ബഷീറാണ്. തുടർന്ന് കലാപരിപാടികളോടെ സംഗമം സമാപിക്കും. 20 വർഷത്തെ വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. 4500ഓളം സ്റ്റുഡൻസ് പഠിച്ചിറങ്ങിയ ഈ കോളേജിൽ നിന്നും നമ്മളിപ്പോൾ 1500ഓളം സ്റ്റുഡൻസിനെയാണ് ഇപ്പോൾ അവരും അവരുടെ ഫാമിലീസൊക്കെ ആയിട്ടാണുള്ള ഒരു പ്രോഗ്രാമാണ് നടത്തുന്നുള്ളത്. അതിൽ ഉദ്ഘാടനമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ജില്ലാ കളക്ടറാണ്, അവൈലബിൾ ആയിട്ടില്ല, സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അതേപോലെ നമ്മുടെ കാസർഗോഡ് ജില്ലയുടെ പ്രതിനിധികളായിട്ടുള്ള കാസർഗോഡ് ജില്ലയുടെ മണ്ഡലം MLA NA നെല്ലിക്കുന്ന്, അതേപോലെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാദൂർ ഷാനവാസ്, പിന്നെ അതേപോലെ മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധികളൊക്കെ ആയിട്ടാണ് ഒഫീഷ്യൽ പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഭാരവാഹികളായ ചെയർമാൻ അബ്ബാസ് ചെർക്കള, ജനറൽ കൺവീനർ ജുനൈദ് റഹ്മാൻ, ട്രഷറർ റിഷാദ് കോവൽ, അഡ്വൈസറി ബോർഡ് അംഗങ്ങളായ TD ഹസൻ, ഹംസത്ത് അലി, ജവാദ് വടക്കേക്കര, നിസാർ തായൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് താളിപ്പടുപ്പ് മൈതാനത്ത് അപ്പോളോ സർക്കസ് പ്രദർശനത്തിന് ശനിയാഴ്ച മുതൽ തുടക്കമാകും. വൈകുന്നേരം 7 മണിക്കാണ് ആദ്യ ഷോ. NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് അപ്പോളോ സർക്കസ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സാഹസികതയും സർഗവൈഭവവും ആധുനിക സാങ്കേതിക വിദ്യകളുടെ മികവും സമന്വയിക്കുന്ന വിസ്മയ കാഴ്ചകളുമായി അപ്പോളോ സർക്കസ് ശനിയാഴ്ച മുതൽ കാസർഗോഡ് താളിപ്പടുപ്പ് മൈതാനത്താണ് സർക്കസ് പ്രദർശനം. ശനിയാഴ്ച വൈകുന്നേരം 7 മണിക്കാണ് ആദ്യ ഷോ. NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്യും. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം, നഗരസഭാ പ്രതിപക്ഷ നേതാവ് P രമേശ്, വാർഡ് കൗൺസിലർ ഹേമലത J ഷെട്ടി എന്നിവർ സംബന്ധിക്കുമെന്നും അധികൃതർ അറിയിച്ചു. നാളെയാണ് ഇത് തുടങ്ങാൻ വേണ്ടി പോകുന്നത്. ഫ്ലൈയിങ് ട്രപ്പീസ്, ഗ്ലോബ്, പിന്നെ അക്രോബാറ്റിക്സ്, സൈക്ലിംഗ് ബാലൻസ്, അങ്ങനെ സർക്കസുകൾ പണ്ട് കാണുന്ന മൃഗങ്ങൾ ഐറ്റംസ് ഒഴികെ ജിംനാസ്റ്റിക് ആയിട്ടുള്ള പല ഐറ്റംസും ഉണ്ട്. പുതിയ ബേബി റോപ്പ് ഐറ്റംസ്, അതിൻ്റെ മേലെയുള്ള ബാലൻസിങ്, പലരിങ്ങനെ അങ്ങനെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഉമേശൻ, പ്രദീപ് കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. എടനീർ സ്വാമിജീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദ്വിദിന സംസ്കൃത ശില്പശാല സംഘടിപ്പിച്ചു. എടനീർ മഠാധിപതി ശ്രീ സച്ചിദാനന്ദ ഭാരതി സ്വാമിജി ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ഇടനീർ സ്വാമിജീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ദ്വിദിന സംസ്കൃത ശില്പശാല ശ്രദ്ധേയമായി. 100ഓളം കുട്ടികൾ ശില്പശാലയിൽ പങ്കെടുത്തു. ഇടനീർ മഠാധിപതി ശ്രീ സച്ചിദാനന്ദ ഭാരതി സ്വാമിജി ശില്പശാല ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് S ജ്യോതിലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. ശൃംഗേരി വേദ പാഠശാല ആചാര്യൻ ഗോവിന്ദ ഭട്ട്, ഇടനീർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സലിം ഇടനീർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ധർമ്മതടുക AMUP സ്കൂളിലെ കൃഷ്ണപ്രസാദ് മാസ്റ്റർ, വെള്ളോറ TMHSSലെ അഭിനന്ദ് മാസ്റ്റർ, AKKRHSS ചോളന്നൂർ സ്കൂളിലെ ഗോകുൽ പ്രസാദ്, U രാമോഹൻ മാസ്റ്റർ, അച്ചുൽ രാജ്, കൃഷ്ണപ്രിയ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ക്യാമ്പ് കോർഡിനേറ്റർ CP അനുരൂപ് മാസ്റ്റർ നന്ദി പറഞ്ഞു. സമാപന സമ്മേളനത്തിൽ കാസർഗോഡ് മുൻ DEO E വേണുഗോപാൽ മാസ്റ്റർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തായന്നൂർ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. തായന്നൂർ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. E ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ PU മുരളീധരൻ നായർ അധ്യക്ഷത വഹിച്ചു. ഭൂപേഷ്, E ബാലകൃഷ്ണൻ, രാജീവൻ ചീരോൽ, TP ചന്ദ്രമോഹനൻ നായർ എന്നിവർ സംസാരിച്ചു. V ഗോപി മാസ്റ്റർ സ്വാഗതം പറഞ്ഞു.
തുടർന്ന് ഉദയ വനിതാവേദി അവതരിപ്പിച്ച 50 പേർ പങ്കെടുത്ത മെഗാ തിരുവാതിര ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പാണന്തോട് കരിഞ്ചാമുണ്ടി വിഷ്ണുമൂർത്തി പഞ്ചുരുളി ദേവസ്ഥാനം പ്രതിഷ്ഠാദിന കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. കലവറ ഘോഷയാത്ര നടത്തി. രാവണേശ്വരം പാണന്തോട് കരിഞ്ചാമുണ്ടി വിഷ്ണുമൂർത്തി പഞ്ചുരുളി ദേവസ്ഥാനം പ്രതിഷ്ഠാദിന കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. കളിയാട്ടത്തിന് മുന്നോടിയായി വേലാശ്വരം ശിവക്ഷേത്രത്തിൽ നിന്നും കലവറ ഘോഷയാത്ര എത്തി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു. ഞായറാഴ്ച രാത്രി 7 മണിക്ക് തെയ്യം തിടങ്ങൽ, തിങ്കളാഴ്ച പുലർച്ചെ കരിഞ്ചാമുണ്ടി അമ്മയുടെ പുറപ്പാട്, രാവിലെ 9 മണിക്ക് കുറത്തിയമ്മ, ഉച്ചയ്ക്ക് അന്നദാനം, വൈകിട്ട് 3 മണിക്ക് കുഞ്ഞിക്കോരൻ തെയ്യം, രാത്രി 9 മണിക്ക് വിഷ്ണുമൂർത്തിയുടെ കുളിച്ചുതോറ്റം, 11 മണിക്ക് പഞ്ചുരുളി തെയ്യം, തുടർന്ന് കല്ലുരുട്ടിയുടെ പുറപ്പാട്, ചൊവ്വാഴ്ച പുലർച്ചെ 4 മണിക്ക് പുലിച്ചാമുണ്ടിയുടെ അഗ്നിപ്രവേശം, രാവിലെ ആട്ടക്കാരത്തി തെയ്യം, 11 മണിക്ക് കുടുംബത്തെയ്യം, ഉച്ചയ്ക്ക് അന്നദാനം, ഉച്ചയ്ക്ക് 2 മണിക്ക് വിഷ്ണുമൂർത്തിയുടെ പുറപ്പാട്, 5 മണിക്ക് നടക്കുന്ന വിളക്കിലരിയോടുകൂടി കളിയാട്ട മഹോത്സവത്തിന് സമാപനമാവും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സേവാഭാരതി അഭയം വൃദ്ധാശ്രമം 5ാം വാർഷികാഘോഷം വയോമിത്രം മെയ് 5-ന് നടക്കും. കല്യാണം മുത്തപ്പൻ മടപ്പുര ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് വാർഷികാഘോഷം നടക്കുന്നത്. സേവാഭാരതി അഭയം വൃദ്ധാശ്രമം 5ാം വാർഷികാഘോഷം വയോമിത്രം 5-ന് നടക്കും. കല്യാണം മുത്തപ്പൻ മടപ്പുര ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് വയോമിത്രം നടക്കുന്നത്. 3:30-ന് തിരുവാതിര. 4:30-ന് നടക്കുന്ന സാംസ്കാരിക പരിപാടി ദീപ നഴ്സിംഗ് ഹോം മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ മഞ്ജുനാഥ് പൈ ഉദ്ഘാടനം ചെയ്യും. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. സദാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തും. തുടർന്ന് കൈകൊട്ടിക്കളി, നൃത്തനൃത്യങ്ങൾ, തൈക്കൊണ്ടോ ഡെമോൺസ്ട്രേഷൻ എന്നിവ നടക്കുമെന്ന് ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഗുരുദത്ത് റാവു, K. ബാലകൃഷ്ണൻ, MP ബാലകൃഷ്ണൻ, T. ഗോപി, KV ലക്ഷ്മണൻ, UR രാജു, P. മാധവൻ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കരുവാക്കോട് വള്ളിയോട്ട് ശ്രീ ഭഗവതികാവ് പ്രതിഷ്ഠാദിനത്തിനും കളിയാട്ട മഹോത്സവത്തിനും സമാപനമായി. സമാപന ദിവസം വള്ളിയോട്ട് ഭഗവതിയും വിഷ്ണുമൂർത്തിയും അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. കരുവാക്കോട് വള്ളിയോട്ട് ശ്രീ ഭഗവതികാവ് പ്രതിഷ്ഠാദിനത്തിനും കളിയാട്ട മഹോത്സവത്തിനും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. മഹോത്സവത്തിന്റെ സമാപന ദിവസം വിഷ്ണുമൂർത്തിയുടെ നൃത്തവിശേഷം നടന്നു. തുടർന്ന് വള്ളിയോട്ട് ഭഗവതിയുടെ തിരുമുടി നിവർന്നു. സമാപന ദിവസം കളിയാട്ട മഹോത്സവം ദർശിക്കാനായി നിരവധി ആളുകളാണ് എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ ജനങ്ങൾക്കും കുടിവെള്ളം ഉറപ്പാക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാർക്ക് കളക്ടർ കെ ഇമ്പശേഖർ നിർദ്ദേശം നൽകി. ആശങ്കാജനകമായ സാഹചര്യമില്ലെന്ന് കളക്ടർ. പോലീസ് സ്ഥാപിച്ച ANPR ക്യാമറകളിൽ നിന്നുള്ള വിവരങ്ങൾ ഇനി മുതൽ SHOമാർക്ക് നേരിട്ട് ലഭിക്കും. മോഷ്ടിച്ച വാഹനങ്ങളും നിയമലംഘനങ്ങളുമെല്ലാം ഇതോടെ എളുപ്പം കുടുങ്ങും. ലഹരി വിമുക്ത കേരളത്തിനായി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സൈക്കിൾ യാത്രയുമായി ഇരുവർ സംഘം. കാസർഗോഡ് ആവേശകരമായ സ്വീകരണം. തൃക്കരിപ്പൂർ മെനോക്കിൽ യുവാവ് ട്രെയിൻ തട്ടി മരിച്ച സംഭവം. കുടുംബാംഗങ്ങൾ മുഖ്യമന്ത്രിക്കും കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകി. ചെർക്കളയിലെ പ്രശസ്തമായ കുഞ്ഞുട്ടിക്ക മൊയ്ച്ച കുടുംബ സംഗമം മെയ് 7-ന് 2500 പേർ സംഗമത്തിൽ പങ്കെടുക്കും. ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ കളിയാട്ട മഹോത്സവം മെയ് 4 മുതൽ 15 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.